അങ്ങനെയുള്ള കുറെ, അതായത് കൃത്യമായിട്ട് ഒരു സാധനത്തിനും ഒരു റേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഹായ് ഗൈസ്, അപ്പൊ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഷാലു വന്നു. ആൾക്കാർ ഡേ ഫ്രഷ് മാർക്കറ്റിൽ തെങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്ര കൂട്ടം കൂടിയിട്ട് എല്ലാവരും ബേജാറായിട്ട് പോകുന്നൊരവസ്ഥ എത്തി. ഷാലുവിനോട് പറയാനുള്ളത്, ഷാലു ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയാം നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ്, എത്ര ആൾക്കാർക്ക് അറിയുന്നുണ്ട്. നീ എല്ലാത്തിനും 10 രൂപ പറഞ്ഞിട്ട് കാണിച്ചു, ചായപ്പൊടിക്ക് 10 രൂപ, എല്ലാത്തിനും 10 രൂപ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന നീ പറയുന്ന വാക്കാണ്. നീ അവിടെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ ഇത്രന്റെ പർച്ചേസ് ചെയ്തെങ്കിലും നാട്ടിലുള്ള സാധാ ഉമ്മമാർക്ക് അത് വായിക്കാൻ അറിയില്ല, സാധാ ഇച്ഛമാർക്ക് അത് വായിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഇടയിൽപ്പെടുന്ന ആൾക്കാർക്ക് വരെ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. സോ ദുബൈയിലുള്ള കുറെ പ്രവാസികൾ ഉമ്മമാറും, അതുപോലെ കുറെ ഭാര്യമാറും, ഉപ്പമാറും, നാട്ടിൽ തന്നെ സാധാരണ കൂലിപ്പണിയെടുക്കുന്ന അത് ഏടുന്നല്ല ബന്ധനല്ലേ അവർക്ക് പർച്ചേസ് ആക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ആടെ വന്നിട്ട് പർച്ചേസിന് പോയിട്ട് ഇത് അറിഞ്ഞിട്ട് ബേജാറിൽ തിരിച്ചിട്ട് വന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ഈ നോമ്പിന്റെ സമയത്ത് പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയാം എന്താണ് പ്രൊമോഷൻ, എങ്ങനെ ചെയ്യണമെന്നിട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, നീ 10 രൂപ തന്നിട്ട് പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയും ആൾക്കാർ കൂടും, ആൾക്കാർ വരും. പക്ഷെ 1 രൂപന്റെ പർച്ചേസ് ചെയ്താലേ നിങ്ങൾക്ക് ഈ 10 രൂപന്റെ ഇന്നത് വാങ്ങിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ പറയായിരുന്നു. അതാണ് നിന്റെ മെയിൻ ഫോൾട്ട്. വാക്ക് കേട്ടിട്ടാണ് എല്ലാവരും വരുന്നത്, അല്ലാതെ ഏതിനെ വായിച്ചിട്ടല്ല വരുന്നത്. സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവർക്ക് പോലും അറിയാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സാധാരണ ആൾക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സാധാരണ ജനങ്ങള് എന്റെ വാക്ക് മാത്രം വിശ്വസിച്ചിട്ട് വരും, അവർക്കത് വായിക്കാനൊന്നും അറിയാലോ. ഓക്കെ, പിന്നെ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1 കിലോ പഞ്ചാരക്ക് 3 രൂപ പറഞ്ഞത് അത് കൂട്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പഞ്ചാരക്ക് റേറ്റ് എത്ര ഉണ്ട്? 44 രൂപ കിലത്തിന്. ഇവിടെ പുറത്ത് 41 രൂപ അല്ലേ, ഇവിടെ ഉള്ളിക്കുള്ള 20 രൂപ അല്ലേ. പിന്നെ ഇവർക്ക് 10 രൂപ ലാഭമുണ്ട് കടക്കാർക്ക്. ഉള്ളിന്റെ പൈസയിൽ വന്ന് അങ്ങനെയുള്ള കുറെ, അതായത് കൃത്യമായിട്ട് ഒരു സാധനത്തിന് ഒരു റേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല. അവിടെ കുറെ ആൾക്കാർ വന്നിട്ട് സാധനം കിട്ടാണ്ട് ഈ ഓഫർ വിശ്വസിച്ചിട്ട് വന്നിട്ട് ഇവിടെ തിരിച്ചിട്ട് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാരെ പറ്റിക്കാത്ത രീതിയിൽ പ്രൊമോഷൻ ചെയ്യും. എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളും കൂടിയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. കുറെ ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം അവിടെ ആൾക്കാർ ഇത്ര ആൾക്കാർ കൂടിയിട്ടുണ്ട്. എല്ലാവരും നിന്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാർ. അപ്പോൾ അത് തെറ്റന്നെ, നീ ചെയ്ത് തെറ്റന്നെ. കാരണം പ്രൊമോഷൻ ചെയ്ത രീതിയും അതൊരു പ്രസന്റേഷൻ ചെയ്ത രീതിയും നീ തെറ്റാണ്. ഓക്കെ, ബൈ. കണ്ടില്ല, ഇതാണ് ഇവിടെ ഇന്നത്തെ ജനങ്ങൾ മൊത്തം വന്നിട്ട് മടങ്ങി ഭയങ്കര വിഷമത്തോടെ മടങ്ങി പോവാണ്.